ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാടുകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ പള്ളിയുടെ പരിസരത്താണ് കേട്ടോ. ഇവിടെ ഇന്ന് ഔസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ കൊടിയേറ്റാണ്. നമ്മൾ താമസിക്കുന്ന നാട്ടിലെ ചെറിയൊരു പള്ളിയാണ്. ഈ മതിലിൽ എഴുതി വെച്ചിരിക്കുന്ന വചനം, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? ഇതാണ് എന്നെ ആകർഷിച്ചൊരു വചനം കേട്ടോ. കുറേ വചനം എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് എഴുതിയതാണ് കേട്ടോ. ഇത് കാടുകുറ്റിയിലെ ചെറിയൊരു പള്ളിയാണ് കേട്ടോ, സെൻറ്റ് പോൾസ് ചർച്ച്. അപ്പം മണി കൊട്ടി ചടങ്ങുകൾ ആരംഭിക്കാറായി. കുർബാന തുടങ്ങുന്നതിന് മുൻപേ എല്ലാ പ്രസിദ്ധന്തിമാർക്കും തലയിൽ ഒരു ക്രൗൺ വെച്ച് അത് വാഴിക്കുന്ന സമയമാണ്. അപ്പോൾ അത് വാഴിച്ച് കഴിഞ്ഞ് അവരെ പ്രസിദ്ധന്തി വാഴിച്ച് എന്ന് പറയും. അത് കഴിഞ്ഞാൽ കൊടിയേറ്റമാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും പുറത്തേക്ക് വന്ന് കൊടിയേറിയിട്ട് വീണ്ടും നമ്മൾ കുർബാന ആരംഭിക്കും. ഇത് വൈകിട്ട് ബുധനാഴ്ചത്തെ ചടങ്ങുകളാണ് കേട്ടോ. ഇത് കാടുകുറ്റിയിലെ ഒരു കൊച്ചു ദേവാലയമാണ് സെൻറ്റ് പോൾസ് ചർച്ച്. നമുക്ക് ഇടവക ദേവാലയം അപ്പുറത്തെ സാമ്പാളൂർ വേറെയുണ്ട്. ഇത് ഔസേപ്പിതാവിൻ്റെ ഊട്ടുസദ്യ തിരുനാൾ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവിടെ കൂടുതലും ആംഗ്ലോ ഇന്ത്യൻസ് ഫാമിലിയാണ്. പുഴക്കക്കരെ സാമ്പാളൂർ സെൻറ്റ് ഫ്രാൻസിസ് സേവർ വന്ന പള്ളിയുണ്ട്, ഇടവക ദേവാലയം. അവിടെ അതിൻ്റെ മ്യൂസിയം എല്ലാം ഉണ്ട്. ഫ്രാൻസിസ് സേവർ പുണ്യവാളൻ്റെ കുറേ മ്യൂസിയത്തിൽ കുറേ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് അതൊക്കെ കാണാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസം, ശനിയാഴ്ച ദിവസം, എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ അവിടെ തുറക്കുന്നുണ്ട്. ശനിയാഴ്ചയാണ് മെയിനായിട്ട് നൊവേന ഉള്ള ദിവസം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പതാക ഇപ്പോൾ ഉയർത്തും, കൊടി ഉയർത്തുന്ന സമയമാണ്. അപ്പോൾ എല്ലാ ജനങ്ങളും, അത്യാവശ്യം ജനങ്ങളുണ്ടായിരുന്നു, വന്ന് എല്ലാവരും നിന്ന് പതാക ഉയർത്താൻ പോകുന്നു. ചെറിയൊരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുർബാന ആരംഭിക്കും. വീഡിയോയിലൂടെ ആണെങ്കിലും കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പിതാവ് കുടുംബങ്ങളുടെ മധ്യസ്ഥൻ ആണ്. അപ്പം നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും സമർപ്പിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം കാണും. സാധിക്കുന്നവരെല്ലാം ഈ ദേവാലയത്തിലേക്ക് വന്ന് സന്ദർശിക്കാം. ഒത്തിരി അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന ദേവാലയമാണ്. പ്രത്യേകിച്ച് സാമ്പാളൂർ വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ ഇടവക ദേവാലയം. അവിടെ ശനിയാഴ്ച ദിവസങ്ങളിൽ നൊവേന ആരാധനയും കുർബാനയും 3 സമയത്തായിട്ടുണ്ട്, രാവിലെ, ഉച്ചക്കും വൈകിട്ടും. ഇപ്പോൾ നമുക്ക് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തുടർന്നുള്ള തിരുനാൾ ദിവസങ്ങളിലെ വീഡിയോകൾ കാണാം. അങ്ങനെ വിശുദ്ധൻ്റെ കൊടിയേറി എന്നെ ദിവ്യബലി ആരംഭിക്കായി. അപ്പോൾ അൽത്താര പാലകരും കപ്പ്യരും അതുപോലെ കൊച്ചച്ഛനും ഇന്ന് പ്രസംഗം പറയാനുള്ള ഒരു അച്ഛൻ പുറത്തു നിന്ന് വന്നതാണ്, ടോണി അച്ഛൻ. അതുപോലെ നമ്മളുടെ വികാരി അച്ഛൻ ജോൺസൺ പങ്കിയത്തച്ഛൻ, അങ്ങനെ എല്ലാവരും, പിന്നെ നമ്മളുടെ പ്രസിദ്ധന്തിമാരായിട്ടുള്ളവരും പള്ളിയിലേക്ക് എല്ലാവരും വീണ്ടും തിരിച്ചു കയറിയിട്ട് കുർബാന ആരംഭിക്കുകയാണ്. ടോണി അച്ഛൻ്റെ നല്ല പ്രസംഗമായിരുന്നു. അച്ഛൻ ആദ്യമായി ഇവിടെ കൊച്ചച്ഛനായിട്ട് ചാർജ് എടുത്തത് ഈ സാമ്പാളിൻ്റെ വകയാണെന്നെല്ലാം പറയായിരുന്നു. പിന്നെ കുർബാനയ്ക്ക് ശേഷം ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു. പള്ളിയിൽ കുറച്ച് പേരേ ഉള്ളുള്ളൂ, എല്ലാവരും പുറത്തൊക്കെ ആയിരുന്നു. ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമുക്ക് പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് അവിടെ ചെറിയ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ സദ്യക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ഒരു ഹോളിലാണ്. അവിടെ നാളത്തെ കാര്യങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം ഓർഗനൈസ് അച്ഛനും കൊച്ചച്ഛനും കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു, കൈക്കാരന്മാരും. പിന്നെ അവിടെ നമുക്ക് പച്ചക്കറികൾ നന്നാക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് പകൽ വന്ന് നന്നാക്കി പോയി. സൗകര്യമുള്ളവരെല്ലാവരും രാത്രിയിൽ ജോലി കഴിഞ്ഞ് വരുന്നവർ, വൈകിട്ട് വരുന്നവർ കുർബാനയ്ക്ക് ശേഷം ഇരുന്ന്, ഞാനും അങ്ങനെ കുറച്ച് സമയം ഇരുന്ന്, ഒരു 12 മണി 1 മണി വരെയൊക്കെ ഞങ്ങൾ ഇരുന്ന് പച്ചക്കറി എല്ലാം നന്നാക്കി കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കുറേ പേര് പിരിഞ്ഞു പോയി. പിന്നെ ആണുങ്ങൾക്കും യൂത്തിനൊക്കെയുള്ള പരിപാടികളാണ്. അവിടെ തേങ്ങാപ്പാൽ എല്ലാം മെഷീനിലായിരുന്നു, എന്നാലും തേങ്ങ ചിരണ്ടാനുള്ള മെഷീൻ ഉണ്ടായിരുന്നു. അതെല്ലാം അവിടെ അപ്പുറത്ത് സ്റ്റേജിൽ നടക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾ വരെ അവിടെ ചിരട്ട പെറുക്കാനും എല്ലാമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ പാല് പിഴിയലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പായസത്തിനുള്ള പാലും അതുപോലെ ഓരോന്നും, പിന്നെ നാളേക്കുള്ള കസേരകളും മേശകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കുറേ പേര്. എല്ലാവരും നന്നായിട്ട് അധ്വാനിച്ചായിരുന്നു.
ചെറിയ കുട്ടികൾ തുടങ്ങി വയസ്സായവർ വരെയും. അപ്പോൾ അതൊരു സന്തോഷമാണ്. രാത്രി എല്ലാവരും കൂടെ ഒരു ഐക്യമാണ് ഇടവകയുടെ. പിന്നെ ഞങ്ങളിവിടെ തേങ്ങക്ക് നാര് കളയാൻ വേണ്ടി ഇരുന്നു കേട്ടോ. പള്ളിയിൽ പാട്ട് പാടുന്ന ചേച്ചി അതിൻ്റെ ഹസ്ബൻഡും തേങ്ങ പൊട്ടിക്കുന്ന ചേട്ടൻ അവിടെ ഇരുന്ന് ഒത്തിരി തേങ്ങ പൊട്ടിച്ചേർന്ന് കേട്ടോ. നമ്മുടെ കൈയൊക്കെ പിറ്റേന്നാകുമ്പോൾ വേദനയായിരിക്കും. ഇടയ്ക്ക് പിന്നെ മാറിയിരിക്കും കേട്ടോ അവർ തേങ്ങ പൊട്ടിക്കാൻ. ഇത് പാല് കണ്ടോ മിഷ്യനിൽ പിഴിഞ്ഞ് വരുന്നത്, ഇത് പായസത്തിലേക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇതാണ് കോക്കി എന്ന് പറയൂലേ, എന്താണ് പാചകക്കാരൻ. അപ്പോൾ ചില നാട്ടിൽ പല രീതിയിലാണല്ലോ പറയുന്നത്. അപ്പം അത് ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് തന്നെ കൂടുതലും അടപ്പിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഓരോരോ അടപ്പുകളിൽ ഓരോന്നും നടക്കുന്നുണ്ട്. പലതിനുള്ള തേങ്ങാപ്പാലുകൾ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പായസത്തിലേക്കും മറ്റു പല കറികളിലേക്കും എല്ലാത്തിലുമായിട്ട്. അപ്പോൾ അതെല്ലാം ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം. അതിൻ്റെ മേൽനോട്ടത്തിലും ഓരോരുത്തരും എല്ലാവരും അവരുടെ അകമഴിഞ്ഞ ഒരു സേവനം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് കേട്ടോ. ആർക്കും ഒരു പരാതി ഇല്ലാതെ അവനവൻ്റെ വീട്ടിൽ പോലെ. ഇവിടെ സ്റ്റേജിൽ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികളടക്കം അവിടെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഇവിടെ വെളിച്ചെണ്ണമയം ഉണ്ടാവുമല്ലോ തേങ്ങാപ്പാലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ പണിയെടുക്കണോണ്ട് 1 മണിയൊക്കെ ആകാറായപ്പോഴേക്കും ഞാൻ തിരിച്ചു പോന്ന്. പായസമാകുമ്പോഴേക്കും 3 മണിയൊക്കെ ആവും. എല്ലാവരും അതൊക്കെ കുടിച്ചിട്ടാണ് പോവാറ്. പിറ്റേന്ന് വെളുപ്പിന് വരും. അപ്പം ഞങ്ങൾ അന്ന് നേരത്തെ പോന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.